രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. സ്വന്തം പാണികൾ കൊണ്ട് കൈകൾ കൊണ്ട് ആ അമ്മയുടെ പാദങ്ങളിൽ സ്പർശിച്ചു. ആ അവസരത്തിൽ രാമന്റെ കരങ്ങൾ ലക്ഷ്മണന്റെ കരങ്ങൾ തന്റെ പാദങ്ങളെ തൊട്ടപ്പോഴേക്കും ആ അവസരത്തിൽ അഹല്യ അത് അറിഞ്ഞു. സ്മരന്തി ഗൗതമ വച പ്രതിജഗ്രാഹ സാഹിതവും. ഗൗതമന്റെ വാക്കുകൾ ഓർത്തു അഹല്യ. അദ്ദേഹം എന്താ പറഞ്ഞ, ശ്രീരാമചന്ദ്രൻ ഇവിടെ വരുമ്പോഴേക്കും നിന്റെ ശാപം പൂർണ്ണമായും നീങ്ങും, നിനക്ക് ജ്ഞാനോദയം ഉണ്ടാകും, ആനന്ദോദയം ഉണ്ടാകും. നീ ശ്രീരാമചന്ദ്രനെ യഥായോഗ്യം പൂജ ചെയ്ത് സൽക്കരിക്കണം എന്ന്. അങ്ങനെ അദ്ദേഹം പറഞ്ഞതായ ആ വാക്കുകൾ ഓർത്തു രാമനും ലക്ഷ്മണനും തന്റെ പാദങ്ങളെ ഗ്രഹിക്കുകയാണ്. അവരുടെ ആ പൂജയെ അഹല്യ സസന്തോഷം സ്വീകരിച്ചു. എന്നിട്ട് ആ ഭഗവാനെ അഹല്യ പൂജിക്കുകയാണ്. ഭക്തനെ പൂജിക്കുന്ന ഭഗവാൻ, ഭക്തയായിരിക്കുന്ന ആ അഹല്യയുടെ പാദങ്ങളെ ഗ്രഹിക്കുന്ന ഭഗവാൻ, ആ പാദങ്ങളിൽ നമസ്കരിക്കുന്ന ഭഗവാൻ, പാദങ്ങളെ കൈകൊണ്ട് തലോടുന്ന ഭഗവാൻ, ആ ഭഗവാനെ അർഘ്യവും പാദ്യവും എല്ലാം നൽകി സേവിക്കുന്ന ഭക്തയായ അഹല്യ. നമ്മള് ഭാഗവതത്തിലെ ദശമസ്കന്ധത്തില് കുചേലന്റെ പാദം കഴുകി കുചേലനെ സൽക്കരിക്കുന്ന കൃഷ്ണനെ കാണും. ഇതാണ് ഭക്തനോട് ഭഗവാനുള്ളതായ കാരുണ്യം. അഹല്യ ഉടൻ തന്നെ ഗൗതമന്റെ വാക്കുകൾ ഓർത്തുകൊണ്ട് പാദ്യം അർഘ്യം തഥാ ആതിഥ്യം ചകാര സുസമാഹിത. നല്ല ശാന്തമായ മനസ്സോടുകൂടിയവളായിട്ട്, പരിഭ്രമം ഒന്നുമില്ലാതെ, പരിഭ്രമിച്ചു കഴിഞ്ഞാൽ പഠിച്ചു വച്ചിരിക്കുന്ന വിദ്യകളെല്ലാം തൽക്കാലം പരിഭ്രമത്തിലാണ്ടുപോകും, നഷ്ടപ്പെട്ടു പോകും. യാതൊരു പരിഭ്രമവും ഇല്ല. മുന്നിൽ വന്നു നിൽക്കുന്നു ഭഗവാൻ. അത്ര കണ്ട് പ്രശാന്തമാണ്. എന്താ, മനസ്സ് തപസ്സുകൊണ്ട് അത്രയേറെ ഉയർന്ന പദവികളിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ പ്രശാന്തമായ മനസ്സോടുകൂടിയിട്ട്, ഏകാഗ്രമായ മനസ്സോടുകൂടിയിട്ട്, മനസ്സ് വേറെങ്ങും പോകുന്നില്ല, ഭഗവാനിലേക്ക് തന്നെ അത് ചെന്ന് തറഞ്ഞു നിൽക്കുന്നു. ഭഗവാന് അർഘ്യവും പാദ്യവും എല്ലാം വിധിപ്രകാരം നൽകി ഭഗവാനെ പൂജ ചെയ്തു. ആ അവസരത്തിൽ പ്രതിജഗ്രാഹ കാകുത്സ്തു വിധി ദൃഷ്ടേന കർമ്മണ. ശ്രീരാമചന്ദ്രൻ എന്ത് ചെയ്തു? അദ്ദേഹം അഹല്യ സമർപ്പിക്കുന്നതായ പൂജയെ യഥായോഗ്യം സ്വീകരിച്ചു. ശാസ്ത്രങ്ങളിലെ വിധി എന്താണോ അതെല്ലാം രാമൻ പഠിച്ചതാണല്ലോ ഇപ്പോ ഈ അവതാര സമയത്ത്. മാത്രമല്ല, ഈ വിധികളെല്ലാം വന്നിരിക്കുന്നത് ബ്രഹ്മസ്വരൂപനായിരിക്കുന്ന രാമനിൽ നിന്നാണ്. ശാസ്ത്രം മുഴുവൻ അദ്ദേഹത്തിൽ നിന്നാ വരുന്നത്, വേദങ്ങൾ മുഴുവൻ അദ്ദേഹത്തിൽ നിന്നാ വരുന്നത്. എങ്കിലും ഭൂമിയില് അദ്ദേഹം അവതരിക്കുമ്പോഴേക്കും ഇതെല്ലാം ഗുരുനാഥനിൽ നിന്ന് പഠിക്കും. അത് ലോകനീതി. ഓരോ മനുഷ്യനും ധർമ്മത്തിന് ലോപം വരാതെ എങ്ങനെ ജീവിക്കണമെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണല്ലോ ഈ അവതാരങ്ങളൊക്കെ. അങ്ങനെ അതെല്ലാം പഠിക്കും. അങ്ങനെ ശാസ്ത്രങ്ങളിൽ നിന്ന് പഠിച്ച പ്രകാരത്തില് അദ്ദേഹം അതെല്ലാം, ആ പൂജകളെല്ലാം സ്വീകരിച്ചു. ഇങ്ങനെ അഹല്യ പരമാത്മാവിനെ പൂജിക്കുന്ന അവസരത്തില് പുഷ്പവൃഷ്ടിർ മഹത്യാസീത് ദേവദുന്ദുഭി നിസ്വനൈഹി. പുഷ്പവൃഷ്ടി ഉണ്ടായി ആകാശത്ത് നിന്ന്. നമ്മൾ ഇതിനു മുമ്പേ പല സന്ദർഭങ്ങളിൽ കണ്ടു. മഹാകാര്യങ്ങൾ നടക്കുമ്പോഴേക്കും അന്തരീക്ഷത്തിൽ നിന്നിട്ട് പുഷ്പവൃഷ്ടി ഉണ്ടാകും. അന്തരീക്ഷത്തില് കൃഷ്ണപ്പരുന്ത് പറന്നു നടക്കുന്നതും നമ്മൾ കാണും.
എപ്പോഴാണോ അമ്പലപ്പുഴക്കാര് പേട്ട കെട്ടുന്നത്, അവരെ കൃഷ്ണപ്പരുന്ത് വരുന്നത് കാത്തു നിൽക്കും. ഏതാണ്ട് 11:30 മണിയൊക്കെ ആകുമ്പോൾ അവിടെ അമ്പലപ്പുഴയില് ശ്രീകൃഷ്ണ ഭഗവാന്റെ നൈവേദ്യം കഴിയുമ്പോഴേക്കും കൃഷ്ണപ്പരുന്ത് ആ ദിശയിൽ നിന്ന് പറന്നു വരും. പേട്ട കെട്ടി നിൽക്കുന്നവരുടെ തലയ്ക്ക് മുകളിലായിട്ട് വട്ടമിട്ട് പറന്നിട്ട് അവിടെയുള്ള ആലിന്റെ പുറത്തിരുന്നിട്ട് നേരെ വന്ന ദിശയിലേക്ക് പറന്നു പോകും. അത് കഴിഞ്ഞ് ആലങ്ങാട്ടുകാര് പേട്ട കെട്ടി നിൽക്കുമ്പോഴോ ആ പട്ടാപ്പകൽ പോലും നക്ഷത്രം കാണാനായി സാധിക്കും. അപ്പോഴാണ് അവരുടെ പേട്ട തുള്ളല് ആരംഭിക്കുക. ഇതെല്ലാം നടന്നു വരുന്നതാണ്, നമ്മൾ ആയിരങ്ങൾ കാണുന്നതാണ്. തിരുവനന്തപുരത്ത് വെച്ച് 1991 ജഗദ്ഗുരുസ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങള് ശ്രീരാമനവമി ഹിന്ദു മഹാസമ്മേളനം നടത്തുന്ന അവസരത്തില് അദ്ദേഹം ഒരു ദിവസം മഹാലക്ഷ്മി പൂജ നടത്തി. ആ മഹാലക്ഷ്മി പൂജയ്ക്ക് ദീപം കൊളുത്തുമ്പോഴേക്കും അവിടെ ആകാശത്ത് പരുന്തു വന്നു എന്ന് മാത്രമല്ല, അവിടെ വളരെ നേരിയ തോതില് പനിനീര് തളിക്കുന്നത് പോലെ ഏതാനും തുള്ളി ജലബിന്ദുക്കൾ വീഴുകയും ചെയ്തു. ഇതെല്ലാം കണ്ട ആളുകൾ അനേകം ഉണ്ട്. എവിടെല്ലാം മഹാകർമ്മങ്ങൾ നടക്കുമോ അവിടെല്ലാം പ്രകൃതി ശക്തികൾ, അതെല്ലാം ദേവന്മാരാണ്. അവരുടെ അനുഗ്രഹത്തിന്റെ സാന്നിധ്യം നമുക്ക് നേരിട്ട് അറിയാനായും സാധിക്കും. ഇങ്ങനെ പുഷ്പവൃഷ്ടിയുണ്ടായി. ആകാശത്ത് ദേവദുന്ദുഭികൾ, ദേവന്മാരുടെ പെരുമ്പറകൾ ആ മഹോത്സവത്തിന് അനുഗ്രഹം പകർന്നുകൊണ്ട് ഉറക്കെ മുഴങ്ങാനായി തുടങ്ങി. ഗന്ധർവ അപ്സരസാം ജൈവ മഹാനാസീത് സമുത്സവ. ഗന്ധർവന്മാരും അപ്സരസുകളും, ഗന്ധർവന്മാർ പാടുന്നു, അപ്സരസുകൾ നൃത്തം ചെയ്യുന്നു. അങ്ങനെ അവരുടെയും അതിഗംഭീരമായ ഉത്സവമുണ്ടായി. ആ അവസരത്തിൽ എപ്പോഴാണോ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ അഹല്യ കണ്ടത്, ആ നിമിഷം മുതൽ അഹല്യയെ മറ്റെല്ലാവർക്കും കാണാം എന്നുള്ള അവസ്ഥ വന്നു ചേർന്നു. അതുവരെ അഹല്യ ആർക്കും കാണാനാവില്ല. രാമന്റെ അനുഗ്രഹം ലഭിച്ച മതയില് പാപമെല്ലാം നീങ്ങിയ അഹല്യയെ എല്ലാവർക്കും കാണാം. ദേവന്മാർ അഹല്യയെ കാണുന്നു. എന്നിട്ട് അവര് സാധു സാധ്വതി ദേവാസ്താം അഹല്യാം സമപൂജയന്. എല്ലാം മംഗളകരമാണ്, എല്ലാം ഐശ്വര്യമയമാണ് എന്നിങ്ങനെ, സത്യമാണ് എന്നിങ്ങനെ, എല്ലാം മഹനീയമാണ് എന്നിങ്ങനെ ഉറക്കെ ഉദ്ഘോഷിച്ചുകൊണ്ട് ദേവന്മാരെല്ലാവരും സന്തോഷത്തോടു കൂടിയിട്ട് അഹല്യയെ പൂജ ചെയ്തു. ഈ അവസരത്തില് ഹിമവാനിൽ നിന്ന് അവിടെ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗൗതമ ഋഷി വന്നു ചേർന്നു. ഗൗതമോപി മഹാതേജ അഹല്യ സഹിത സുഖി രാമം സമ്പൂജ്യ വിധിവത് തപസ്തേവേ മഹാതപാഹ. ഗൗതമൻ വന്നു ചേർന്നു. അദ്ദേഹം അഹല്യയോടൊപ്പം പരമാത്മാവായിരിക്കുന്ന ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ വിധിപ്രകാരം പൂജ ചെയ്തു. അങ്ങനെ ധന്യനായി തീർന്നു. എന്നിട്ട് മഹാതപസ് അദ്ദേഹം വീണ്ടും തുടർന്നു. രാമനാകട്ടെ ഗൗതമന്റെ ആ അത്യന്തം ഭക്തി നിർഭരമായിരിക്കുന്ന ആ പൂജകളെല്ലാം സ്വീകരിച്ചിട്ട് അവിടെ നിന്ന് അദ്ദേഹം തന്റെ അനുജനോടൊപ്പം ഗുരുനാഥനോടൊപ്പം ഗുരുനാഥൻ കാട്ടിത്തരുന്നതായ വഴിയിലൂടെ നേരെ മിഥിലാപുരിയിലേക്ക് പോവാൻ. നേരത്തെ ഒരു അവസരത്തില് നമ്മുടെ ഈ പ്രഭാഷണം തുടങ്ങുന്ന അവസരത്തില് പറഞ്ഞു, രാമൻ മനുഷ്യനല്ല ദേവനാണ് എന്ന് വാൽമീകി അദ്ദേഹത്തിന്റെ കഥയില് തുടക്കം തൊട്ട് അവസാനം വരെ അദ്ദേഹം നിബന്ധിച്ചു വെച്ചിട്ടുണ്ട്. രാമൻ ദേവനാണ് എന്നൊന്നും അദ്ദേഹം പറയൂല. പക്ഷേ അദ്ദേഹത്തിന്റെ കഥയിൽ അതെല്ലാം ഉറക്കെ കേൾക്കാം, ഉറക്കെ വളരെ ഭംഗിയായിട്ട് കേൾക്കാം, നല്ല തെളിവുറ്റ് നമുക്ക് കാണാം. രാമനും ലക്ഷ്മണനും ഗുരുനാഥനും മാത്രമേ അഹല്യയെ കാണാൻ പറ്റുന്നുള്ളൂ, ദേവന്മാർക്ക് പോലും കാണാൻ പറ്റുന്നില്ല. ഇതിനകത്ത് വാൽമീകി ഋഷി പറഞ്ഞിരിക്കുന്നു. രാമനെ വെറും മനുഷ്യൻ മാത്രമായിട്ടല്ല വാൽമീകി അവതരിപ്പിച്ചിരിക്കുന്നത് തന്റെ രാമായണത്തിൽ എന്നുള്ളതിന്റെ വലിയ തെളിവുകൾ അനേകം ഇതിനകത്ത് കിടക്കുന്നതിൽ വളരെ
ശ്രദ്ധേയമായിരിക്കുന്ന ഒന്നാണ് ഈ അഹല്യ മോക്ഷകഥ. രാമന്, ലക്ഷ്മണന്, അതേപോലെ തന്നെ ഗുരുനാഥന് മാത്രം ഇതുകൊണ്ട് കാണാൻ കഴിയുന്നു, ഇന്ദ്രന് പോലും കാണാൻ കഴിയാത്ത ആ അഹല്യയെ. അതൊന്ന്. പിന്നെയോ, രാമൻ എപ്പോഴാണോ അഹല്യയുടെ പാദങ്ങളിൽ നമസ്കരിക്കുകയും ആ പാദങ്ങളെ തന്റെ കരങ്ങൾ കൊണ്ട് സ്പർശിക്കുകയും ചെയ്തത്, അപ്പോൾ അഹല്യയ്ക്ക് ശാപമോചനം വന്നു ചേർന്നിരിക്കുന്നു. ലോകത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ നമസ്കരിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് ശാപമോചനം വരുമോ? കഷ്ടപ്പാടുകൾ നീങ്ങുമോ? ദുഃഖങ്ങൾ നീങ്ങുമോ? വൈപരീത്യങ്ങൾ നീങ്ങുമോ? ഇല്ല. അങ്ങനെ ഒരു സംഭവം നാം കാണുന്നില്ല. ഒരു മനുഷ്യൻ നമസ്കരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ വിപത്തുകൾ നീങ്ങിപ്പോകുന്നത് നാം എങ്ങും കണ്ടിട്ടില്ല. ഇതാ അഹല്യയിൽ അത് സംഭവിച്ചിരിക്കുന്നു. രാമന്റെ സാന്നിധ്യത്താൽ, രാമന്റെ ആ നമസ്കൃതിയാൽ, രാമന്റെ ആ കരം കൊണ്ട് ഉള്ള ആ സ്പർശത്താൽ അഹല്യ ആ പാദങ്ങളിൽ രാമൻ തൊടുന്നു. ലക്ഷ്മണനും. അഹല്യയുടെ സകല വിപത്തുകളും നീങ്ങി എന്ന് മാത്രമല്ല, അഹല്യ പഴയതുപോലെ പരിശുദ്ധയായി, സുദീർഘമായ തപസ്സിന്റെ പ്രഭാവത്തോടുകൂടിയവളായി, ഗൗതമന്റെ ധർമ്മപത്നിയായി, ഗൗതമനാൽ സ്വീകരിക്കപ്പെട്ടവളായി, അഭിനന്ദിക്കപ്പെട്ടവളായി, ഇതാ ഗൗതമനോടൊപ്പം കഴിയുന്ന ഭാഗ്യശാലിനിയായി മാറി. ഇവിടെ വാൽമീകി വളരെ വ്യക്തമായിട്ട് എല്ലാ മനുഷ്യർക്കും കാണിച്ചു കൊടുത്തിരിക്കുന്നു. രാമൻ ദശരഥന പുത്രനായിട്ട് മനുഷ്യരൂപത്തിൽ ഈ ഭൂമിയിൽ സഞ്ചരിക്കുമെങ്കിലും അദ്ദേഹം പരമാത്മാവ് തന്നെയാണ്, നിർഗുണ നിരാകാര ബ്രഹ്മം തന്നെയാണ്. മറ്റു മനുഷ്യരില് നടക്കാത്ത കാര്യങ്ങൾ രാമനിൽ സംഭവിക്കുന്നത് ആ ജീവിതത്തിൽ തുടക്കം തൊട്ട് പട്ടാഭിഷേകം വരെ ഇതിനകത്ത്, രാമായണത്തിനകത്ത് നിബന്ധിച്ചിട്ടുണ്ട്. രാമായണം പട്ടാഭിഷേകത്തോടുകൂടി, രാമരാജ്യ ഫല പ്രഖ്യാപനത്തോടുകൂടി, രാമായണ മാഹാത്മ്യ കഥനത്തോടുകൂടിയിട്ട് പൂർണ്ണമാകും.